സിദ്ധുവേട്ട, സിദ്ധുവേട്ട എവിടെ നിൽക്കുവായിരുന്നു? ഞാൻ സിദ്ധുവേട്ടൻ എവിടെയെല്ലാം അന്വേഷിച്ചു. എന്താ സിദ്ധുവേട്ട ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? അത് പിന്നെ ജെനി, ഞാനും മമ്മിയും പപ്പയും അനിയൻ കുട്ടനും ഇവിടുന്ന് പോവുക. ഇവിടുന്ന് ദൂരെയുള്ള സ്ഥലത്ത് പപ്പയ്ക്ക് ജോലി റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുക. ഇനി എനിക്ക് ജെനീനെ ഒരിക്കലും കാണാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു. എന്താ ജെനി, എന്താ സിദ്ധുവേട്ട നിങ്ങൾ രണ്ടുപേരും വിഷമിച്ച് നിൽക്കുന്നത്? അത് പിന്നെ സനയ, സിദ്ധുവേട്ടനും സിദ്ധുവേട്ടന്റെ കുടുംബവും എല്ലാം അങ്ങ് ദൂരെ പോവുക. ഇനി നമുക്ക് സിദ്ധുവേട്ടനെ കാണാൻ പറ്റില്ല. അയ്യോ, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി നമുക്ക് സിദ്ധുവേട്ടനെയും കുക്കുവിനെയും ഒന്നും കാണാൻ പറ്റില്ലേ? നമ്മൾ എല്ലാവരും മറ്റന്നാളാണ് പോകുന്നത്, അമേരിക്കയിലാണ് പോകുന്നത്. അപ്പോൾ ജെനി എനിക്ക് കമ്പ്യൂട്ടർ വഴി മെസ്സേജും ലെറ്ററും ഒക്കെ അയച്ചാൽ മതി. മിസ് യു ജെനി, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യും. പക്ഷെ അവിടെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സിദ്ധുവേട്ടന് ജെന്നിനെ മാത്രമേ മിസ് ചെയ്യൂ, എന്നെ മിസ് ചെയ്യൂല? നിന്നെ മിസ് ചെയ്യും, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ജെന്നിനെ ആയിരിക്കും മിസ് ചെയ്യുന്നത്. അപ്പൊ ഞാനെങ്ങനെ സിദ്ധുവേട്ടന് മെസ്സേജ് അയക്കും? നീ എന്റെ അടുത്ത് വന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമുക്ക് സിദ്ധുവേട്ടന് ഒരുമിച്ച് മെസ്സേജ് അയക്കാം. நிலா காய்கிறது, நேரம் தேய்கிறது, யாரும் ரசிக்கவில்லையே. இந்த கண்கள் மட்டும் உன்னை காணும். தென்றல் போகின்றது, சோலை சிரிக்கின்றது, யாரும் சுகிக்கவில்லையே. சின்ன கைகள் மட்டும் உன்னை தீண்டும். காற்று வீசும், வெயில் காயும் காயும், அதில் மாற்றம் ஏதும் இல்லையே. வானும் மண்ணும் நம்மை வாழச் சொல்லும், அந்த வாழ்த்து ஓயவில்லை என்றென்றும் வானில் நிலா காய்கிறது. എടാ ഹോബി, ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞോ? മോളെവിടെ? അവൾ ഒരുങ്ങി കഴിഞ്ഞോ? ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞടാ, മോളെ റെഡിയായി. യുവഞ്ചി വിളിക്കാൻ പോയിരിക്കുക. മോളെ സച്ചു, നീ ഒരുങ്ങി കഴിഞ്ഞോ? റെഡിയായി കഴിഞ്ഞു അമ്മേ. இன்று விண்ணிலாவில் அந்த ஈர நினைவில் கண்டு தவிப்பதேனோ, மனம் கலங்கி புலம்புகிறேன். ജോണി, ഒരു കുഴപ്പമുണ്ടടാ. എടാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. എടാ, മേരേജിന് ചെക്കൻ വരില്ല. അവൻ ഏതോ പെണ്ണിന്റെ കൂടെ പോയെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യും ജോണി? ഞാനിനി എന്റെ മോളോട് എന്ത് പറയും ജോണി? എടാ ഹോബി, നീ എന്തായി പറയുന്നേ? ചെക്കൻ വരില്ലെന്ന്. എടാ, ഇനി നമ്മൾ എന്താ ചെയ്യും? എന്താ ഉണ്ടായ ഹോബിയേട്ട? എന്ത് പറ്റി? യോഞ്ചി, ഈ കല്യാണം നടക്കില്ല യോഞ്ചി. നമ്മൾ മോളോട് എന്ത് പറയും? ചെക്കൻ ആരുടെ കൂടെ പോയെന്ന്. അയ്യോ ഏട്ടാ, ഇനിയിപ്പോ എന്താ ചെയ്യാ? മോളോട് എന്ത് പറയും? ഈ നാട്ടുകാരോട് എന്ത് പറയും നമ്മൾ? എടാ ഹോബി, ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എടാ, നമുക്ക് സിദ്ധുവിനെ ഒന്ന് ആലോചിച്ചാലോ? ജീനി, നിനക്കെന്താ അഭിപ്രായം? എനിക്ക് എതിർപ്പൊന്നുമില്ല ജോണേട്ടാ. സച്ചു ഞങ്ങളുടെ കുട്ടിയല്ലേ. പിന്നെ സിദ്ധു, അവനോട് ഞാൻ എന്തായാലും കാര്യം പറയാം. എടാ ജൂണേ, ഒരുപാട് നന്ദിയുണ്ടടാ. സിദ്ധുവിനെ സമ്മതിക്കോ? ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ലടാ, ഞങ്ങൾക്ക് സിദ്ധുവിനെ ഇഷ്ടമാണ്. നീ പേടിക്കണ്ടടാ, അവൻ എന്തായാലും സമ്മതിക്കും. ഞാനും ജീനിയും അവനോട് കാര്യങ്ങളെല്ലാം പറയാം.
എടാ മോനെ സിദ്ധു, നീ ഒന്നിങ്ങി വന്നേ. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് നിന്റെ അടുത്ത്. You're so beautiful to me, we fit together perfectly. Baby, get that in your head now. I don't wanna be so low, there's one more thing you should know. Hey, you are the one, the only one. Baby, you're one of a kind. This is our time, baby, you know what I want, know what I want. Girl, you're super fine, you should be mine. Wanna get you out of my mind. This is our time, baby, you know what I want, know what I want. എന്താ അമ്മ എന്നെ വിളിച്ചത്? മോനെ, ഇന്ന് സച്ചുവിന്റെ വിവാഹം നടക്കില്ല. ചെക്കൻ ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അമ്മ എന്തായി പറയുന്നേ? ചെറുക്കൻ ഒളിച്ചോടിപ്പോയെന്ന്? ഇനിയിപ്പോ എന്താ ചെയ്യുക? സച്ചു ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. യോഞ്ചിക്കും ഹോബിക്കും ഇപ്പൊ എന്ത് ചെയ്യണമെന്നും അറിയാൻ വയ്യ. അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെയും കൂടി കടമയില്ലേ? മോനെ, നീ മനസ്സ് വെച്ചാൽ ഈ കല്യാണം നടക്കും. അച്ഛൻ യോഞ്ചിക്കും ഹോബിക്കും വാക്ക് കൊടുത്തുപോയി. നീ സച്ചുവിനെ കെട്ടാന്ന്. നീ ഇതിന് സമ്മതിക്കണം. ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ. ഈ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ മുമ്പിൽ എന്തുത്തരം പറയും? അമ്മ എന്തായി പറയുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. നീ കല്യാണത്തിന് സമ്മതിച്ചാ മതി. സമ്മതിച്ചില്ലെങ്കിലും ഈ കല്യാണം നടക്കും. അമ്മ അച്ഛനത് എന്തായി പറയുന്നേ? എനിക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പറ്റില്ല. അമ്മ, എനിക്ക് ഈ കല്യാണമൊന്നുമല്ല, ഒരു കല്യാണവും വേണ്ട. നിങ്ങളൊന്ന് മനസ്സിലാക്ക്. നീ ഒന്നും പറയണ്ട. ഈ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. ഹോബിക്കും യോജിക്കൊന്നും ഒരു കുഴപ്പമില്ല. സച്ചുവിനെ അവര് പറഞ്ഞ് മനസ്സിലാക്കും. നീ വേഗം പോയി റെഡിയാകും. ഇനി ഇത് നമുക്ക് ദൈവമായിട്ട് കൊണ്ടുവന്നൊരു അവസരമാണ് സിദ്ധുവിന്റെ കല്യാണം നടത്താൻ. ശരിയാ ജോണേട്ടാ, എനിക്കും അങ്ങനെയാ തോന്നുന്നു. നമ്മളെടുത്ത ഈ തീരുമാനം എന്തായാലും നല്ലതിനായിരിക്കും. പിന്നെ സച്ചു നമ്മുടെ കുട്ടിയല്ലേ. അവൻ ഇനിയെങ്കിലും ഒന്ന് മാറിയാൽ മതിയായിരുന്നു. ഈ കല്യാണത്തോടു കൂടി അവൻ പഴയതുപോലെ ആയിരുന്നെങ്കിൽ. ഏട്ടാ, നീ താഴേക്ക് വരുന്നില്ലേ? കല്യാണത്തിന് സമയം. சுடமழையை குழுகுழு வெயிலை முதல் முறை உலகத்தில் கண்டேனே. வெள்ளை நிற இரவை கருநிற பகலை முதல் முறை பார்த்தேனே. இடிகளை உரசி புயல்களை அலசி நடந்தவன் நான் தானே. இது என்ன மாயம், மலர் ஒன்றை பறிக்க முதல் முறை பயந்தேனே. நீ எனக்குள் நுழையா, நான் உனக்குள் வளையா. நாம் நமக்குள் கலையா, நம் உலகம் உரையா. എന്താ ചേട്ടാ ഈ വേഷത്തില്? കാണാൻ കല്യാണ ചെറുക്കനെ പോലുണ്ട്. അതെ, ഇന്ന് താങ്കളുടെ കല്യാണമല്ല. വേഗം താഴേക്ക് വാ ഇങ്ങോട്ട്. എടാ ചിത്തു, ഇന്ന് എന്റെ കല്യാണം തന്നെയാടാ. ഞാൻ അവളെ കെട്ടാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റി? തലയ്ക്ക് വല്ല അടിയും കിട്ടിയ? തമാശ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വാ ചേട്ടാ. സത്യമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. സച്ചുവിനെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ ഒളിച്ചോടിപ്പോയി. കല്യാണം മുടങ്ങാതിരിക്കാൻ അച്ഛൻ ബോബി അങ്കിളിനും യോഞ്ചി ആറ്റിക്കും വാക്കു കൊടുത്തു എന്നെ കൊണ്ട് കെട്ടിക്കാന്ന്. എന്നിട്ട് ചേട്ടൻ അതിനെ സമ്മതിച്ചോ? അവരെന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. അച്ഛനാണെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. എനിക്ക് സമ്മതിക്കാതെ വേറെ വഴിയില്ലായിരുന്നു. ഈശ്വര, അപ്പൊ നീ കെട്ടാൻ പോവുക? ഈ അവസരത്തിൽ പറയാമോ എന്നെനിക്കറിയില്ല. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് ചേട്ടാ. ശവത്തി കുത്താതെ പോടാ. ഡി ചേച്ചി, മതി ഒരുങ്ങിയത്. വേഗം വാ, താഴേക്ക് പോവാം. അമ്മ അച്ഛനും നിന്നെ. അല്ലേടി ചേച്ചി, ചെക്കനിരിക്കേണ്ട സ്ഥാനത്ത് എന്താ സിദ്ധുവേട്ടൻ? ഇതെന്തുവാ? ഇതെന്താ ഇങ്ങനെ? സിദ്ധുവേട്ടനല്ലേ? ഓ, അപ്പൊ എന്റെ കണ്ണിന്റെ കുഴപ്പമല്ലായിരുന്നല്ലേ? ആ, കേറി വാ മോളെ. അച്ഛാ, അമ്മ, ഇതെന്താ സിദ്ധുവേട്ടൻ? മോളെ, ആദ്യം ഈ കല്യാണം നടക്കട്ടെ. അതിനുശേഷം വിശദമായിട്ടില്ല അതിന്റെ അടുത്ത് പറയാം. എന്താ ജീനി മമ്മി ചെയ്യുന്നത്? ഇടി കാന്താരി, നീയോ? ഞാൻ പിള്ളേർക്കുള്ള പാലൊക്കെ എടുത്തു വെക്കുക. അല്ല, നീ ഇനി എന്നാ എന്റെ മരുമോളായിട്ട് അങ്ങോട്ടൊക്കെ വരുന്നത്? അത് പിന്നെ ചേച്ചിയെ കെട്ടിക്കാതെ എനിക്ക് കെട്ടാൻ പറ്റൂ? ഞാനും ചിത്തുവട്ടനും എന്നാ റെഡിയാ. അമ്മേ, നിച്ചും, നീ എപ്പോഴാ വന്നേ? ഞാനിപ്പോഴാ ഇങ്ങോട്ട് കയറി വന്നേ. നിങ്ങൾ വന്നു. ദേ പാല് ഇന്നും കൊണ്ട് മോള് പൊക്കോ.
ശരി അമ്മേ. അപ്പൊ ശരി ജീനി മമ്മി, ഞാനും പോവാണേ. ഇനി ജിത്തുവേട്ടനെ കണ്ടിട്ടേ പോവുള്ളൂ. നടക്കട്ടെ നടക്കട്ടെ. ജിത്തുവേട്ടൻ എവിടെ പോയി? കാണാനില്ലല്ലോ. ജിത്തുവേട്ട മാറി നിക്ക്. എന്താ ജിത്തുവേട്ട ഇങ്ങനെ നോക്കുന്നേ? ജിത്തുവേട്ട വിട്ടേ വിട്ടേ, ഞാൻ പോവാ. നീ പോവോ? എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. സിദ്ധുവേട്ടൻ്റെ എവിടെ പോയി? ഓ, നീ വന്നുവല്ലേ? നീ എന്റെ ജീവിതം വീണ്ടും വീണ്ടും നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ? സിദ്ധുവേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അറിഞ്ഞോണ്ടല്ല ഈ കല്യാണത്തിന്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എതിർത്തേനെ. നിർത്തടി നിന്റെ അഭിനയം. നീ മണ്ഡപത്തിൽ വന്നപ്പോ തന്നെ എന്നെ കണ്ടതല്ലേ? എന്നിട്ട് എന്താ അപ്പോ നീ എതിർക്കാത്തെ? സിദ്ധുവേട്ടാ, അത് പിന്നെ നീ ഒന്നും പറയണ്ട. നീ അവസരം മുതലാക്കി നീ എന്നെ സ്വന്തമാക്കാൻ നോക്കിയത്. ഇതിനൊക്കെ നീ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. നീ എന്താ വിചാരിച്ചേ? എന്നെ കല്യാണം കഴിച്ച് എന്റെ ഭാര്യ പദവി അലങ്കരിച്ച് സുഖമായിട്ട് ജീവിക്കാന്നോ? നീ അങ്ങനൊന്നും വിചാരിക്കണ്ട. സിദ്ധുവേട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല. എന്നെ ഒന്ന് വിശ്വസിക്ക് സിദ്ധുവേട്ടാ. പോ, എന്റെ അടുത്ത് മാറിപ്പോയി അവിടെ എങ്ങനെ പോയി കിടക്ക്. എല്ലാവരുടെയും മുമ്പിൽ മാത്രമായിരിക്കും നീ എന്റെ ഭാര്യ. എന്റെ മനസ്സിലെ നിന്റെ സ്ഥാനം എപ്പോഴും വെറുക്കപ്പെട്ടതായിരിക്കും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? എനിക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെയൊക്കെ? നല്ല ഉറക്കത്തിലാണല്ലോ സിദ്ധുവേട്ടൻ. ഇപ്പൊ എണീപ്പിക്കണ്ട. നീ എന്തിനാണ് എന്റെ അടുത്തേക്ക് വന്നത്? അല്ല സിദ്ധുവേട്ട, ചായ കൊണ്ടുവന്നതാ. ഓ, നിന്റെ അടുത്ത് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ? എന്റെ ഒരു കാര്യത്തിൽ ഇടപെടരുതെന്നല്ലേ? എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ എടുത്തു കുടിച്ചോളാം. നിന്റെ കാര്യം നോക്കി ഇറങ്ങി പോടി. രാവിലെ തന്നെ അപശകുനായിട്ട് വന്നോളൂ. സിദ്ധുവേട്ട, അത് പിന്നെ ഞാൻ അമ്മ തന്നപ്പോ. സിദ്ധുവേട്ട, ഓ, നിന്ന് മോങ്ങാതെ ഇറങ്ങി പോടി. അവളൊരു കള്ളക്കണ്ണീര്. എന്ത് പറഞ്ഞാലും ഇങ്ങനെ തന്നെ. നീ വന്നോ? നീ ഫുഡ് കഴിക്കാനിരിക്കും. മോളെ സച്ചു, നീ സിദ്ധുവിന് ഫുഡ് എടുത്തു കൊടുക്ക്. ശരി അമ്മേ. ഓ, ഈ നാശം പിടിച്ചവളാണ് ഫുഡ് വിളമ്പി തരുന്നത്. അതെ അമ്മേ, എനിക്ക് ഫുഡ് വേണ്ട. ഞാൻ ഓഫീസിലെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം. സമയമില്ല അമ്മേ, ഒരു മീറ്റിംഗ് ഉണ്ട്, അതാ. ദൈവമേ, എന്നെ നിനക്ക് എന്നെ ശിക്ഷിച്ച് മതിയായില്ലേ? ഒരാളെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ചിലപ്പോ ഇതൊക്കെ എന്റെ വിധിയായിരിക്കും. അതാ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നേ. ജെനി, നീ എന്നെ വിട്ടിട്ട് എവിടെയോ പോയത് ജെനി? ജെനി, സോറി ജെനി, 1000 സോറി. അന്ന് നമ്മളെ അകറ്റിയെ അവളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നു. നീ എവിടെയാ ജെനി? നീ തിരികെ എന്റെ അടുത്തേക്ക് വാ. എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരിയായ അവളെ ഞാൻ കുറെ കണ്ണീര് കുടിപ്പിച്ചിട്ടേ വെറുതെ വിടുള്ളൂ. മോളോ, കേറി വാ മോളെ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങളൊക്കെ? അവിടെ അമ്മയ്ക്ക് അച്ഛന് സുഖമല്ലേ? നീ എന്താ ഇങ്ങനെ പോന്നേ? അമ്മയച്ഛനും സുഖമായിട്ടിരിക്കുന്നു ആന്റി. ഞാൻ ഇവിടേക്ക് വന്ന് എല്ലാരെയൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നി, അങ്ങനെ വന്നതാ. പിന്നെ ഇവിടെയുള്ള വിശേഷം, സിദ്ധുവിന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞെന്നറിഞ്ഞു. നീ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? സച്ചുവിനെയല്ലേ ആ മാരേജ് ചെയ്തത്?
പിന്നെ ദൈവമായിട്ടാ ഇങ്ങനൊരു വിധി കൊണ്ടുവന്നത്. അവൻ ഇതുവരെ കല്യാണമൊന്നും കഴിക്കാതിരിക്കുമായിരുന്നു. അപ്പോഴാ ഇങ്ങനൊരു അവസരം വന്നത്. പെട്ടെന്നുള്ള മാരേജ് ആയതുകൊണ്ട് സച്ചുവും സിദ്ധുവും അടുക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ട് നന്നായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. മോളിവിടെ നിന്ന് 2 വർഷമായി പോയിട്ട് ഇപ്പോഴാണോ ഞങ്ങളെയൊക്കെ കാണാൻ തോന്നിയത്? ഇടയ്ക്ക് മോളുടെ അമ്മേനെ അച്ഛനെയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തിരക്കുമ്പോൾ നീ അവിടെ ഇല്ല. ഇപ്പോഴെങ്കിലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഓ അതാൻറ്റി, ഇപ്പോ അച്ഛന്റെ ബിസിനസ് ഞാനല്ലേ നോക്കി നടത്തുന്നത്. അപ്പോൾ ഫുള്ള് ബിസിനസ് ടൂറും തിരക്കുകളൊക്കെ ആയിരുന്നു. അതാ എനിക്ക് നിങ്ങളെ ഒന്ന് വിളിക്കാനോ കാണാനോ വരാൻ പറ്റാത്തത്. ആരാ അമ്മേ വന്നത്? ഞാനാ സച്ചു. എന്തായാലും മോള് 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. മോളെ സച്ചു, നീ ജെനിക്കുള്ള റൂം ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്താ സച്ചു ഒന്നും മിണ്ടാത്തേ? ഞാൻ വന്നത് ഇഷ്ടായില്ലെന്ന് തോന്നണു. ഇപ്പൊ നീ സിദ്ധുവേട്ടന്റെ ഭാര്യയാണല്ലേ? അങ്ങനെയൊന്നുമില്ല ജെനി, നീ പോയി ഫ്രഷ് ആയിക്കോളൂ. ഞാൻ താഴോട്ട് ചെല്ലട്ടെ. നീ പോ മോളെ. നിന്നെയും സിദ്ധുവിനെയും രണ്ടാക്കാൻ എനിക്ക് അധിക നേരമൊന്നും വേണ്ട. സിദ്ധുവേട്ടന് സുഖമല്ലേ? ജെനി, നീ ഇവിടെ എങ്ങനെ? സിദ്ധുവേട്ടൻ ഹാപ്പി അല്ലേ? സച്ചു അല്ലേ സിദ്ധുവേട്ടന്റെ ഭാര്യ? എടോ, അത് എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, ഒരു സാഹചര്യത്തിൽ നടന്നു പോയത്. സാരമില്ല സിദ്ധുവേട്ട, എനിക്ക് സിദ്ധുവേട്ടനെ മനസ്സിലാവും. എടോ, താൻ ഇത്രയും നാളും എവിടെയായിരുന്നല്ലോ? താൻ എങ്ങനെ എന്നെ തനിച്ചാക്കിയിട്ട് പോയത്? ഞാൻ അന്ന് ഒരു തെറ്റും ചെയ്തില്ല. എന്നിട്ടും താൻ എന്നെ മനസ്സിലാക്കാതെ എന്താടാ പോയത്? ഞാൻ മനസ്സിലാക്കിയതുണ്ടാ സിദ്ധുവേട്ട, ഇപ്പൊ തിരിച്ചു വന്നേ. പക്ഷെ വൈകിപ്പോയി. നമ്മളെ രണ്ടുപേരും ചതിച്ച ആളെ തന്നെ സിദ്ധുവേട്ടൻ വിവാഹം ചെയ്യേണ്ടി വന്നല്ലോ. ഇല്ല ജെനി, ഒരിക്കലും വൈകിട്ടില്ല. എനിക്ക് അവളെ എന്റെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ആഗ്രഹിച്ചതും സ്നേഹിച്ചതും ഒക്കെ നിന്നെയാ. എനിക്ക് നിന്നെ മതി. എന്തായാലും ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യും. ജെനി, ഇനി നീ എന്നെ വിട്ടു പോകരുത്. ഐ ലവ് യു ജെനി. എനിക്ക് നിന്നെ വേണം. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഞാൻ നിന്നെയാ അന്നും ഇന്നും എന്നും സ്നേഹിച്ചത്. സിദ്ധേട്ട, ഞാൻ എന്റെ സിദ്ധേട്ടനെ വിട്ടിട്ട് എങ്ങും പോവില്ല. അല്ലാതെ സിദ്ധേട്ട, എനിക്ക് എന്റെ സിദ്ധേട്ടനെ വേണം. നീ എന്റെ ഏട്ടന്റെ ജീവിതം തകർക്കാനായിട്ട് തന്നെയാണല്ലേ വന്നത്? ഞാൻ നിന്റെ ചേട്ടന്റെ ജീവിതം എങ്ങനെയാ നശിപ്പിക്കുന്നത്? ഇപ്പോഴും നിന്റെ ചേട്ടന് എന്നെയല്ലേ ഇഷ്ടം? ഏതോ ഒരു പണച്ചാക്കിന്റെ കൂടെ പോയിട്ട് അവനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചപ്പോൾ എന്റെ ചേട്ടന്റെ തിരക്ക് അവൾ വന്നിരിക്കുന്നു. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നെ പറയാം. ഞാൻ സിദ്ധേട്ടനെ കൊണ്ടേ പോവും. ഏട്ടത്തി എപ്പോഴാ വന്നേ? സച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ നീ എല്ലാം കേട്ട് കാണുമല്ലോ അല്ലേ? ഞാൻ വന്നതിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാ സച്ചു നിന്നെ ഇഷ്ടമല്ലാത്ത ഒരാളുടെ കൂടെ ഇങ്ങനെ ജീവിച്ച് സമയം കളയുന്നേ? എന്റെ സിദ്ധുവേട്ടനെ നിനക്ക് എനിക്ക് തന്നെ വിട്ടു തന്നൂടെ? നീ കരയുവാണോ? എന്തായാലും കുറെ കാലം സിദ്ധുവേട്ടനെ സ്നേഹിച്ചതല്ലേ. പക്ഷേ നീ ഇപ്പൊ കല്യാണം കഴിച്ചെങ്കിലും നിങ്ങൾ തമ്മിൽ പിരിയുമല്ലോ. അപ്പോ എന്റെ സിദ്ധുവേട്ടനെ എനിക്ക് തന്നെ കിട്ടും. സിദ്ധുവേട്ടന് നിന്നെയല്ല എന്നെയാ ഇഷ്ടം. അപ്പോ ശരി, ഗുഡ് നൈറ്റ്. ഏട്ടത്തി എന്താ അവള് പറഞ്ഞതിനൊന്ന് മറുപടി പറയാതെ? ഏട്ടത്തിക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടമായിരുന്നു. ഏട്ടത്തി കരയാതെ കാര്യം പറയാം. ഞാൻ എന്ത് പറയാനാ ജിത്തു? ജെനി ഒരിക്കലും സിദ്ധുവേട്ടനെ സ്നേഹിച്ചിട്ടില്ല. സിദ്ധുവേട്ടനെ സ്നേഹിച്ചത് മുഴുവൻ ഞാനാ. ഞാൻ ജിത്തുവിനോടെല്ലാം പറയാം. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ജിത്തു ഒന്ന് മനസ്സിലാക്കണം. ശരി ഏട്ടത്തി പോയി കിടന്നോളൂ. സിദ്ധുവേട്ടൻ ഇതുവരെ കിടന്നില്ലേ? എന്നെ ഉറക്കിയിട്ടിപ്പോ നിനക്കെന്തിനാ? മനസ്സിലായി. ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ ജെനിയോടൊപ്പം അങ്ങ് പോയാലോ? അതല്ലേ നിന്റെ മനസ്സില്? ഇല്ല സിദ്ധുവേട്ട, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല പറഞ്ഞത്. നീ ഇപ്പൊ എങ്ങനെ വിചാരിച്ചാലും എനിക്കെന്താ? പിന്നെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോയി തരണം. എന്റെ ജെനി എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുക. എനിക്കിനി അവളെ മതി. അന്ന് നിന്റെ കല്യാണം മുടങ്ങിയില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോ എന്റെ ജെനിയെ കിട്ടിയേനായിരുന്നു. നാശം പിടിക്കാൻ നീ എല്ലാവർക്കും ഒരു ശല്യാണല്ലോ. ഇല്ല സിദ്ധുവേട്ട, ഞാൻ സിദ്ധുവേട്ടന്റെ ജീവിതത്തിൽ ഒരു കരടായി നിൽക്കില്ല. എപ്പോ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാനത് സിദ്ധുവേട്ടന് തന്നേക്കാം. സിദ്ധുവേട്ടൻ എപ്പോഴും സന്തോഷമായിട്ടിരുന്നാൽ മതി.
ആ മോള് വന്നു. ഈ ചായ ഒന്ന് അവന് കൊണ്ടുപോയി കൊടുത്തേക്ക്. ആ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമേ. എന്തായാലും ഞാൻ കൊടുത്ത ഡോസ് ഏറ്റിട്ടുണ്ട്. ഏട്ടനത് നിന്നെ ഏട്ടനെ കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ എന്ത് കാണിച്ചെന്നാ നീ പറയുന്നേ? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഏട്ടൻ ഒന്നും അറിയാത്ത പോലെ എൻ്റെ അടുത്ത് പെരുമാറരുത്. ഏട്ടാ, സച്ചിയോടത്തി എത്ര സങ്കടത്തിലാണെന്ന് ഏട്ടൻ അറിയാമോ? ഓ, അതാണോ കാര്യം? പോയി സങ്കടപ്പെടുന്നതിന് ഇവിടെ ഉള്ളവരാണല്ലോ കാരണക്കാരൻ. പിന്നെ ജെനി, അവളെയാ ഞാൻ സ്നേഹിച്ചത്, ആഗ്രഹിച്ചത്. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി അവള് മാത്രമായിരിക്കും എന്റെ ജീവിതത്തിൽ. ഏട്ടനത് എന്തൊക്കെയായി പറയുന്നേ? അവള് ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു പോയതല്ലേ? ഈ കാര്യം അമ്മയും അച്ഛനും ഒക്കെ അറിഞ്ഞ ഞാനും ജെനിയും പിരിയാൻ കാരണമേ നീ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? അവളാ. ചേട്ടനെ അറിയുന്നതും കാണുന്നതും ഒന്നുമല്ല സത്യമെങ്കിലോ പിന്നെ ചേട്ടൻ അത് ഓർത്ത് പശ്ചാത്തപിക്കേണ്ടി വരും. ഓ സാരമില്ല, ഞാൻ പശ്ചാത്തപിച്ചോളാം. പിന്നെ ജെനിയെ ഇനി നീ കുറ്റപ്പെടുത്തരുത്. ഓ, ഞാൻ നിങ്ങളെ ജെനിയെ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ നിങ്ങളെ ജെനി ഉണ്ടല്ലോ, അവളാള് ശരിയല്ല. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാ. പിന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളത് വിശ്വസിക്കാനും പോണില്ല. അതാ ഒന്നും പറയാത്തെ. നീ എന്ത് കണ്ടെന്നാ? നീ ഇതൊക്കെ വശം ചെയ്യിക്കാൻ വേണ്ടി പറയുന്നതാ, അതും അവക്ക് സപ്പോർട്ടായിട്ട്. നിങ്ങളോട് എനിക്ക് തർക്കിക്കാൻ നേരെയില്ല സിദ്ധുവേട്ടാ. നിങ്ങളോട് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ പോണില്ല. ആ, എനിക്കും അത് എന്നെ പറയാനുള്ള. നിന്നോട് തർക്കിക്കാൻ എനിക്ക് നേരെയില്ല. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എന്താടി ചേച്ചി ഇങ്ങോട്ടൊക്കെ? അതെന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? ഇവൾക്കിതെന്ത് പറ്റി? ജിത്തേട്ടനല്ലേ വിളിക്കുന്നേ? ഹലോ സനി, ജിത്തേട്ടനാടി. ആണോ? എനിക്ക് മനസ്സിലായതേ ഇല്ല. തമാശ പറയാതെ കൊച്ചു കള്ളി. മനുഷ്യ തമാശിക്കാതെ കാര്യം പറ. എന്താ വിളിച്ചേ? ഏട്ടത്തി അങ്ങോട്ട് വന്നല്ലോ അല്ലേ? ഏട്ടത്തി സങ്കടത്തിലാണോ വന്നേ? എന്തോ സങ്കടത്തിലാണെന്ന് എനിക്ക് തോന്നി, പക്ഷെ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് കയറിപ്പോയി. അല്ല ജിത്തേട്ടാ, അവിടെ എന്താ ഉണ്ടായി? ജെനി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? എന്തായാലും ജിത്തേട്ടാ, നമുക്ക് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നത്തിന്റെയും കാരണങ്ങളൊക്കെ ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ ശരിയടി, എന്നാ ഞാൻ വെക്കുക. ജെനി, പിള്ളേരൊക്കെ അങ്ങോട്ട് പോയി. പിള്ളേരൊക്കെ അപ്പുറത്ത് യുഞ്ചിയുടെ വീട്ടിലുണ്ട്. സച്ചും സിദ്ധും ഇന്ന് അവിടെയാ കിടക്കുന്നേ. ജിത്തും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആ, അപ്പോ ജെനി എവിടെ? ആ, ജെനി അവളുടെ റൂമിൽ കാണും. എടോ, എന്തായാലും സിദ്ധുവിന്റെ കല്യാണം കഴിഞ്ഞു. സച്ചിന്റെ ഇനി നമുക്ക് ജിത്തുവിന്റെയും സനയുടെയും കാര്യം ഒന്ന് ആലോചിക്കണ്ടേ? അവരുടെ രണ്ടുപേരെയും കല്യാണം നേരത്തെ നമ്മൾ തീരുമാനിച്ചു വെച്ചതല്ലേ? നമുക്ക് നാളെ തന്നെ ഈ കാര്യം ഒന്ന് ഓബിയോടും യൂൻസിയോടും ജൂനിയേട്ടനോട് ഞാൻ ഇതേപ്പറ്റി ഒന്ന് സംസാരിക്കാനിരിക്കുവായിരുന്നു. നാളെ ആക്കുന്നതിന് നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് അപ്പുറത്തേക്ക് പോയി സംസാരിച്ചിട്ട് വരാം. എന്തായാലും അതിപ്പോ നാളെ ആക്കുന്നത് എന്തിനാ? നമുക്ക് ഇന്ന് തന്നെ അങ്ങോട്ട് പോയി സംസാരിച്ചാലോ? സന, നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ നല്ല രസമുണ്ട്. അധികം മോൻ കെട്ടിപ്പിടിക്കല്ലേ, ആരെങ്കിലും വന്ന് കാണും. മാറി നിൽക്ക് ജിത്തേട്ടാ. ജിത്തേട്ടാ വീട് എനിക്ക് ഇക്കളിയാവുന്നു. ആണോ? എവിടെ എന്റെ മോക്ക് ഇക്കിളിയാകുന്നേ? ഈ നാളെയില്ലാത്ത മനുഷ്യൻ അങ്ങോട്ട് മാറി നിൽക്ക്. ഓ പിന്നെ ഞാൻ എന്തിനാ കാണിക്കുന്നേ? എന്റെ പെണ്ണിന്റെ അടുത്തല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ലേഡി സനമോളെ, ചേട്ടന് ഒരേ ഒരു കേസ് താടി. ഒന്നുമില്ല രണ്ടുമില്ല, അങ്ങോട്ട് പോയി. അപ്പൊ നീ എനിക്ക് ഉമ്മ തരമാട്ടേ? ഇല്ല ഗംഗി, ഇന്ന് നിനക്ക് ഞാൻ ഉമ്മ തരമാട്ടെ. അപ്പൊ നീ ഉമ്മ തരൂല? ഇന്ന് ഉണക്ക ദുർഗാഷ്ടമി. ഇങ്ങോട്ട് വാടി. ജിത്തേട്ടാ ജിത്തേട്ടാ ജിത്തേട്ടാ. പിള്ളേര് എവിടെ പോയി കിടക്കുക യുഞ്ചി? ഇതുങ്ങളെ രണ്ടിന്റെയും കാര്യം സംസാരിക്കാനായി എല്ലാരെയും ഒത്തു വിളിച്ചു കൂട്ടിയത്. അപ്പൊ അവരെ കാണാനുമില്ല. എന്തായാലും വാ നോക്കാം, ആ റൂമിലോട്ട് പോയി നോക്കാം. ജിത്തു, സന. അയ്യോ ഇതെന്തുവാ? അയ്യോ അമ്മമാര്. അമ്മയോ, നീ അങ്ങനെ എന്നെ പറഞ്ഞ് പേടിപ്പിക്കാനും നോക്കണ്ട. കളവ അങ്ങോട്ട് നോക്കട. അയ്യോ പെട്ട്.
അമ്മ എന്താ ഇവിടെ? എന്തോന്ന്? ഇത് ഞാൻ അങ്ങോട്ട് നിന്റെ അടുത്ത് ചോദിക്കേണ്ട ചോദ്യമല്ലേ? അങ്ങനൊന്നുമില്ല അമ്മേ, നമ്മള് വെറുതെ. ഓഹോ, അപ്പൊ ഇതാണല്ലേ രണ്ടിന്റെ പരിപാടി. യൂഞ്ചി, ഇതിന് രണ്ടിനെ എത്രയും പെട്ടെന്ന് പിടിച്ച് കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് നാണക്കേടുണ്ടാക്കുവേ. രണ്ടൊന്ന് താഴേക്ക് വന്നാട്ടെ, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഓ, ഞാൻ അപ്പോഴേ അടുത്ത് പറഞ്ഞതാ, നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ. ജോണി, നമുക്ക് അടുത്ത മാസം പിള്ളേരുടെ കല്യാണം ഒന്ന് നടത്തിയല്ലോ. അത് ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അടുത്ത മാസം തന്നെ നടത്തി. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമ്മതക്കുറവൊന്നുമില്ലല്ലോ അല്ലേ? കല്യാണം പെട്ടെന്ന് നടത്തുന്നതിലും നേരത്തെ ഉറപ്പിച്ച് വെച്ചേക്കുമല്ലായിരുന്നു. സമ്മതം കൂടുതലാണെങ്കിലേ ഉള്ളു, അല്ലേ ജീനി? പിന്നെ പിള്ളേരെ, ഞാനും ജീനിയും ഹോബിയും യുങ്കിയും 10 ദിവസം ഇവിടെ കാണില്ല. നാട്ടിലും 1-2 ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുണ്ട്. സിദ്ധുവിന്റെ കല്യാണം പെട്ടെന്നായിരുന്നല്ലോ, അപ്പോ നാട്ടിലുള്ള ബന്ധുക്കളെ ഒന്നും വിളിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ ജിത്തുവിന്റെ കല്യാണത്തിനെങ്കിലും അവരെയൊക്കെ ഒന്ന് വിളിക്കണം. നമ്മളിവിടെ ഇല്ല എന്ന് കരുതി ജിത്തും സനയും അധികം സ്വാതന്ത്ര്യമൊന്നും എടുക്കാൻ നോക്കണ്ട. അവരെ നോക്കേണ്ട ചുമതല സച്ചുവിനും സിദ്ധുവിനുമാണ്. സിദ്ധുവേട്ടൻ എന്റെ റൂമിൽ കിടന്നോളൂ. അപ്പോ നീ എവിടെയാ കിടക്കുന്നേ? എന്റെ കൂടെ ഒന്നും കിടക്കണ്ട. ഞാൻ നിച്ചുവിന്റെ കൂടെ സിദ്ധുവേട്ട കിടക്കുന്നേ. സിദ്ധുവേട്ടൻ കിടന്നോളൂ. ഗുഡ് നൈറ്റ്. അതെ, ഒന്ന് നിന്നേ. ജെനി എവിടെയാ കിടക്കുന്നേ? ജെനി ഗസ്റ്റ് റൂമിലാ കിടക്കുന്നേ. ഹലോ ബേബി, നീ ഇങ്ങനെ പിണങ്ങല്ലേ? നിന്നെ എനിക്ക് വിളിക്കാൻ പറ്റാത്തതുണ്ടല്ലേ? പിന്നെ ആ മണ്ടൻ സിദ്ധു എന്നെ അക്സെപ്റ്റ് ചെയ്തു. നിനക്ക് തന്നെ അറിയാലോ, നമ്മളുടേതായ ഒരു കാര്യത്തിന് വേണ്ടിയില്ലേ ഇവിടേക്ക് വന്നത്. പിന്നെ ഇതുവരെ ഞാൻ അവനോട് കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല. അവനോട് പഴയതുപോലെയുള്ള സ്നേഹം നടിച്ച് ഞാൻ വശത്താക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സങ്കടമൊക്കെ അഭിനയിച്ച് കാശ് ചോദിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ഫുൾ ടൈം അവൻ എൻ്റെ പുറകെ. അതാണ് നിന്നെ എനിക്ക് വിളിക്കാൻ പറ്റാത്ത ബേബി. ഇങ്ങനെ നീ പിണങ്ങല്ലേ? ഓഹോ, അപ്പോൾ അവൾക്ക് സിദ്ധുവേട്ടനോട് ഇഷ്ടമുണ്ടായിട്ടല്ല തിരിച്ചു വന്നത്. അവളുടെ ഉദ്ദേശം വേറെയാണ്. എന്നാൽ സിദ്ധുവേട്ടനൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഈ കളി എവിടം വരെ പോകുമെന്ന് കാണാം.